നമസ്കാരം. വോട്ട് കുത്തി 10 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായിട്ടില്ല. അന്യ സംസ്ഥാനക്കാരുമായിട്ടൊക്കെ ഒരു വാക്കുതർക്കം നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് നമ്മളെ എതിർക്കാനുള്ള ഒരു വലിയ വജ്രായുധമായിട്ട് മാറിയിരിക്കുകയാണ്. എടാ, നിനക്കൊക്കെ മുഖ്യമന്ത്രി ഉണ്ടോടാ എന്നുള്ളൊരു ചോദ്യം. അതുകൊണ്ട് നമ്മൾ ആകെ ടെൻഷനിലാണ്. ഈ പറയുന്നത് പോലെ സ്വർണത്തിന് വില കൂടിയതൊന്നും ഇപ്പോൾ ആൾക്കാർ അറിയുന്നില്ല. കാരണം എല്ലാവരും ടി വിയുടെ മുന്നിലാണ്. ഏതാണ് അല്ലെങ്കിൽ ആരാണ് ഞങ്ങളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത് എന്നറിയാൻ വേണ്ടി അത്രയധികം ആകാംക്ഷയോടുകൂടി എല്ലാവരും തന്നെ ടി വിയുടെ മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 10 ദിവസവുമായി. ഇന്ന് മുഖ്യമന്ത്രി അറിയാം, നാളെ മുഖ്യമന്ത്രി അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഈ ദിവസങ്ങൾ പോകുന്നതല്ല. അതൊരു തീരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ നേതാക്കന്മാരൊന്നും ഒരു ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ് വോട്ടർമാർക്ക് പറയാനുള്ളത്. അതായത് VD സതീശൻ വേണോ, KC വേണുഗോപാൽ വേണോ, രമേശ് ചെന്നിത്തല വേണോ, ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തിരുവനന്തപുരത്തൊന്നും അല്ല ഈ നടക്കുന്ന ചർച്ചയെന്ന് പറയുന്നത്. അങ്ങ് ഡൽഹിയിൽ AC മുറിയിൽ ഇരുന്നിട്ടാണ് ഈ തീരുമാനം. ചില സമയത്ത് ഹൈക്കമാൻഡിന് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. ഇവർ ശരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണോ അതോ ഡൽഹി കാണാനാണോ ഇങ്ങോട്ട് വരുന്നതെന്ന്. കാരണം നമ്മൾ എയർപോർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികളെക്കാൾ കൂടുതൽ ഖദർദാരികളായ ആൾക്കാരെയാണ് നമുക്ക് എയർപോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? കാരണം ഹൈക്കമാൻഡിന് മുന്നിൽ പല രീതിയിലാണ് ഇവർ ആവശ്യം ഉന്നയിക്കുന്നത്. ചിലർ സീനിയോറിറ്റി പറഞ്ഞാണ് മുഖ്യമന്ത്രി കസേര അവകാശപ്പെടുന്നതെങ്കിൽ മറ്റു ചിലർ യുവത്വം പറഞ്ഞാണ് ഈ മുഖ്യമന്ത്രി കസേര അവകാശപ്പെടുന്നത്. അപ്പോൾ ആർക്ക് കൊടുക്കും? കാരണം രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നതിൽ കാര്യമുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഹൈക്കമാൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ച നടക്കും, നാളെ ചർച്ച നടക്കും, ചർച്ചയിൽ ഇന്ന ആളാണെന്ന് തീരുമാനിക്കും. പക്ഷെ അതല്ല, ഇതിലാണ് മറ്റേ ആളെന്ന്, അതായത് ഇതിനേക്കാൾ നല്ലത് മറ്റേ ആളാണെന്നൊരു തീരുമാനം വരുന്നു. ആകെ ഒരു വല്ലാത്തൊരവസ്ഥ. നമ്മുടെ അതേ ദിവസം തന്നെ വോട്ടെണ്ണൽ പൂർത്തിയാക്കി നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞയും ചെയ്ത് ഭരണവും അവിടെ തുടങ്ങിയിട്ടും ഇപ്പോഴും നമ്മൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇങ്ങനെ അരക്ഷിതാവസ്ഥ തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് വോട്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഗോൾഡിനൊക്കെ വലിയ വിലയൊക്കെ കൂടി 1 ലക്ഷത്തിന് മേലെയൊക്കെ കടന്നു പോയിട്ടും പലർക്കും അതൊരു പ്രശ്നമല്ലാതെ ഇങ്ങനെ നിൽക്കുക. കാരണം എന്താണ്, എല്ലാവരും ടി വിയുടെ മുന്നിലാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനുള്ളത്. എന്തായാലും വീണ്ടും ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാലും നമുക്ക് അതിശയിക്കാനില്ല. കാരണം അത്തരത്തിലൊരു പ്രശ്നമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതോടുകൂടി പ്രശ്നം അങ്ങ് തീരുവോന്ന്? ഇല്ല. അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങണമെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ. അത് മാത്രമേ ഉള്ളൂ. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ തന്നെ ഭരണത്തിൽ വന്ന കുറേയധികം പരിഷ്കാരങ്ങൾ ഓൾറെഡി ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് വാഗ്ദാനങ്ങൾ തന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഭരണത്തിൽ ഏറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ സംശയം വന്നു. കാരണം പണ്ടത്തെ പോലെയല്ല സ്ത്രീകളുടെ അവസ്ഥയെന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ ഒരു സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ സ്ത്രീകൾ എന്ന നിലയിലേക്ക് എന്തിനാണ് അങ്ങനെ ഒരു വാഗ്ദാനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. തികച്ചും പ്രായമായവർക്കും അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവർക്കും ഒക്കെയായിരുന്നു ഈ യാത്ര സൗജന്യമാക്കേണ്ടിയിരിക്കേണ്ടത് എന്നൊക്കെയുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടി ഉയരുന്ന സമയത്ത് ഇവിടെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതും നമുക്കൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഹൈക്കമാൻഡിന് ഇന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നത്.